ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിട്ടയർഡ് ഗവൺമെന്റ് ITI കോളേജ് പ്രിൻസിപ്പൽ മധുസൂദന്റെയും പാലക്കാട് കളക്ടറേറ്റിലെ ജീവനക്കാരി നിഷയുടെയും ഏക മകൾ മേഘ്ന. തിരുവനന്തപുരം എയർപോർട്ടിൽ ഇമിഗ്രേഷൻ ഓഫീസറായിട്ടാണ് മേഘ്ന വർക്ക് ചെയ്തത്. 23-ാം വയസ്സിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ജോലി ലഭിച്ച ഒരു മിടുക്കി. എന്നാൽ ആ മേഘ്ന ഇപ്പോൾ നമ്മുടെ കൂടെ ഇല്ല. മാതാപിതാക്കൾക്ക് പോലും മേഘനയുടെ ആത്മഹത്യ ഇതുവരെ വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ഒരു ആത്മഹത്യ അല്ലെന്നാണ് അവർ തറപ്പിച്ച് പറയുന്നത്. രണ്ടുപേരുടെയും ഏക സമ്പാദ്യമായിരുന്ന ആ മകൾക്ക് വേണ്ടിയാണ് തിരുവനന്തപുരത്ത് അവർ വാടക വീടെടുത്ത് താമസം തുടങ്ങിയത്. അച്ഛനാണ് മെഹനയുടെ കൂടെ താമസിച്ചിരുന്നതെങ്കിലും അമ്മ ആഴ്ചയിൽ ഒരിക്കൽ മെഹനെ കാണാൻ വന്നു പോയിരുന്നു. വളരെ വൈകിയാണ് അവരറിഞ്ഞത് മെഹനയ്ക്ക് ഒരു IB ഓഫീസറുമായി ബന്ധമുണ്ടെന്ന്. അയാൾ മലപ്പുറംകാരനാണ്. വീട്ടുകാർക്ക് ആദ്യം ഈ ബന്ധത്തിലൊന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ മകളുടെ നിർബന്ധത്തിന് വഴങ്ങി അവർ പതിയെ അതിന് സമ്മതം മൂളി. പ്രായം അധികമായില്ലല്ലോ, പതുക്കെ നമുക്ക് ആലോചിക്കാം എന്നവർ ആദ്യം മേഹനയോട് പറഞ്ഞു. എന്നാൽ മേഹനയുടെ നിർബന്ധം കൂടിയതോടെ അവർ ആ മലപ്പുറംകാരന്റെ വീട്ടിലേക്ക് വിവാഹാലോചനയുമായി പോയി. എന്നാൽ അയാൾ ആലോചന നിരസിക്കുക മാത്രമല്ല ഉണ്ടായത്, മേഘനയുമായുള്ള ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അങ്ങനെ മേഘനയെ അയാൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി. രാവിലെ എയർപോർട്ടിലെ ഡ്യൂട്ടി കഴിഞ്ഞ് 7 മണിക്ക് താൻ തിരിച്ച് വീട്ടിലേക്ക് പോകുകയാണെന്നും നന്നായി വിശക്കുന്നുവെന്നും പുറത്തുനിന്ന് എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വീട്ടിലേക്ക് പോയി നന്നായി കിടന്ന് ഉറങ്ങണമെന്നുമാണ് മേഘന അവസാനമായി അച്ഛനോട് ഫോണിലൂടെ സംസാരിച്ചത്. മേഘനയുടെ അച്ഛൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ വീടിനടുത്തായി റെയിൽവേ ട്രാക്കുകൾ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് മേഘന അവിടെ എത്തിയത്? ആരാണ് മേഘനയെ അവിടെ എത്തിച്ചത്? അദ്ദേഹം പറയുന്ന ഓഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. അതായത് അവള് 7 മണിക്ക് നമ്മളെ വിളിച്ചിരുന്നു. ഞാൻ ഷിഫ്റ്റ് കഴിഞ്ഞു റൂമിലേക്ക് പോവാണ്. ഈ റൂമിലേക്ക് പോകുന്ന വഴിക്കൊന്നും റെയിൽവേ ക്രോസോ ട്രാക്കോ ഇല്ല. പക്ഷേങ്കിൽ അവള് ആ റൂട്ട് ഉപേക്ഷിച്ചിട്ട് വേറെ റൂട്ടിലേക്ക് പോയി, ട്രാക്കിൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ അങ്ങനെ സംഭവിക്കണമെങ്കിൽ അതിൻ്റെ ആരെങ്കിലും അവളെ വിളിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുകയോ അല്ലെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നോ ഒരു സംശയമാണ് നമുക്ക് മെയിനായിട്ട് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ മകളുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത്. എന്നാൽ പോലീസിന്റെ അന്വേഷണത്തിൽ മേഘ്ന മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് റെയിൽവേ ട്രാക്കിൽ കൂടെ നടക്കവേ ജയന്തി ജനത എക്സ്പ്രസിന് മുന്നിൽ എടുത്തു ചാടുകയും തലവെക്കുകയുമായിരുന്നു. ആരോടായിരിക്കും മേഘന അവസാനമായി സംസാരിച്ചത്? ട്രെയിൻ ഇടിച്ചപ്പോൾ ഫോൺ ചിന്നിച്ചിതറിപ്പോയതിനാൽ ഫോണിൽ നിന്ന് ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ മേഘനയുടെ കോൾ ലിസ്റ്റുകളും മറ്റും പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ജീവൻ അവസാനിപ്പിക്കാൻ മാത്രം തീരുമാനമെടുക്കാൻ എന്തായിരിക്കും ആ ഫോൺ കോളിൽ അവസാനമായി മേഘന സംസാരിച്ചത്? അത് ആരോടായിരിക്കും? ഇതിനെല്ലാം ഉത്തരം തരാൻ കഴിയുന്ന ഒരേ ഒരാൾ മാത്രമാണുള്ളത്. അതാ മലപ്പുറംകാരൻ IB ഓഫീസർ തന്നെയാണ്. എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതി രേഖപ്പെടുത്തുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. എല്ലാവരോടും മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നവർ ദയവായി കമന്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതോടൊപ്പം ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ ചെറിയ ചാനൽ എനിക്ക് നിങ്ങളുടെ സഹായത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അങ്ങനെ ഒരു ചെറിയ സഹായം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതെനിക്ക് വലിയൊരു നേട്ടമായിരിക്കും. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും, കമന്റ് ചെയ്ത എല്ലാവർക്കും ഒത്തിരിയധികം നന്ദി. എൻ്റെ ഈ യാത്രയിൽ എന്നോടൊപ്പം മുന്നോട്ടുള്ള എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു.